പ്രവാഹമായി തന്നെ പുഴയിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. ആ പ്രവാഹത്തോടൊപ്പം തന്നെ ലോറിയും പുഴയിലേക്ക് പതിച്ചു. ആ ലോറി എവിടെ എന്ന സംശയമായിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ലോറി നിറച്ച, അതായത് ലോഡ് കയറ്റിയ ലോറി ആയതുകൊണ്ട് തന്നെ വലിയ എനർജി, വലിയ ഊർജം ഉണ്ടായെങ്കിൽ മാത്രമാണ്, വലിയ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമാണ് ആ ലോറി അവിടുന്ന് സ്ഥാനചലനം സംഭവിക്കൂ എന്നുള്ളതായിരുന്നു പ്രാഥമികമായ കണക്കുകൂട്ടൽ. അതായത് ലോറി സുരക്ഷിതമായി എങ്ങനെയാണോ നിർത്തിയിട്ടിരുന്നത് അതേ രീതിയിൽ തന്നെ അതിനു മുകളിലേക്കായിരിക്കാം മണ്ണ് പതിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആ ക്യാബിനുള്ളിൽ അർജുൻ സുരക്ഷിതനായിരിക്കാം എന്ന സംശയമായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്, എന്ന പ്രതീക്ഷയായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് തെരച്ചിൽ നടത്തണം എന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ ആ ഭാഗത്ത് നടത്തിയെങ്കിലും ലോറി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മണ്ണ് ഏതാണ്ട് 90% ഇളക്കി മറിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു. എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ പ്രദേശത്തേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിയത്. എങ്കിലും ലോറി കണ്ടെത്തിയില്ല. പിന്നീടാണ് ലോറി ഈ മണ്ണിനോടൊപ്പം പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. റഡാറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ചില സ്പോട്ടുകൾ, 4 സ്പോട്ടുകളടക്കം പ്രധാനമായും രേഖപ്പെടുത്തിയിരുന്നു. ആ സ്പോട്ടുകളിൽ നടത്തിയ പരിശോധനയിലാണ് മറ്റു ലോകഭാഗങ്ങൾ അടക്കം കണ്ടെത്തുകയും ചെയ്തത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതിനു ശേഷം മറ്റു മൃതദേഹങ്ങൾ ഉൾപ്പെടെ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അപ്പോഴും അർജുൻ സഞ്ചരിച്ച ലോറി എവിടെ, ആ നിർത്തിയിട്ട ലോറി എവിടേക്ക് പോയി, എന്ത് സംഭവിച്ചു എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു. അതിശക്തമായ കുത്തൊഴുക്കുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ഗംഗാവലി നിറഞ്ഞൊഴുകിയ, കരകവിഞ്ഞൊഴുകിയ, അത് ഏറ്റവും കൂടുതൽ വിസ്തൃതമായി വീതിയോടുകൂടി ഒഴുകിയ ഒരു സമയമായിരുന്നു. ഗംഗാവാലിയുടെ പ്രത്യേകത എന്നതും വലിയ പുഴയാണത്. അത് ജലനിരപ്പ് കുറയുമ്പോൾ പോലും ഏതാണ്ട് 250 മീറ്ററോളമൊക്കെയാണ് ഇരു കരകളും തമ്മിലുള്ള അകലം. ജലനിരപ്പ് കൂടുമ്പോൾ അത് പലപ്പോഴും 500 മീറ്റർ വരെ, 400 മുതൽ 500 മീറ്റർ വരെയൊക്കെ വീതിയിൽ ഒഴുകുന്ന പുഴയായി ഗംഗാവലി മാറുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ഘട്ടത്തിൽ കരകവിഞ്ഞൊഴുകിയ ജലം, അതിശക്തമായ അടിയൊഴുക്ക്, മണ്ണും കല്ലും മരങ്ങളുമെല്ലാം ഈ പുഴയിലേക്ക് പതിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ കലങ്ങി മറിഞ്ഞ ജലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, എവിടെയാണ് ലോറി എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതാ ദൗത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ 71 ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവാലിയുടെ അടിത്തട്ടിൽ നിന്ന് അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തുന്നു. ആ ലോറിയുടെ ക്യാബിനകത്ത് ഇപ്പോൾ ലോറി നിവർത്തുന്ന രീതി, അതായത് ഒരു ലോറി എങ്ങനെയാണോ നിർത്തിയിട്ടിരുന്നത്, ലോറി ഇപ്പോൾ നിവർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി വളരെ വേഗം തന്നെ വലിച്ചു കയറ്റി മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് വേണം നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ. അതായത് ലോറി ഇപ്പോൾ നിർത്തിയിട്ടിരുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ദൗത്യ സംഘത്തിന് വളരെ പെട്ടെന്ന് ലോറി മുകളിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനാണോ ശ്രമിക്കുന്നത് എന്ന്, അതിനപ്പുറത്ത് ഈ ഭാഗത്ത് ബന്ധിപ്പിക്കാനാണോ ശ്രമം എന്നത് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും. എന്തായാലും മുകളിലേക്ക് ഉയർത്താൻ തന്നെയാണ്, മുകളിലേക്ക് വലിച്ചു കയറ്റാൻ തന്നെയാണ് നീക്കം. പക്ഷേ അവിടെ നമുക്കറിയാം ദിവസങ്ങളായി പെയ്ത മഴ, ഒപ്പം ഈ പുഴയുടെ തീരത്ത് മണ്ണ് ചെളിയുമൊക്കെയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഉറച്ച മണ്ണല്ല. അതുകൊണ്ട് തന്നെ ലോറി മുകളിലേക്ക് ഉയർത്തുകയാണോ ചെയ്യുക, അതെയോ വലിച്ചു കയറ്റുകയാണോ, അതിനപ്പുറം ഈ ലോറി സുരക്ഷിതമായി ഇവിടെ ബന്ധിപ്പിക്കുകയാണോ ചെയ്യുക എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ ലോറി കണ്ടെത്തി എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒന്നല്ല ഈ ദൗത്യം. ഇനിയുമുണ്ട് 2 ആളുകളെ കണ്ടെത്താൻ. ലോകേഷ്, ജഗന്നാഥൻ, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതും അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി ഡ്രഡ്ജർ വീണ്ടും ലോറിയോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളോ ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലിനായി വീണ്ടും ഈ പുഴയുടെ മധ്യഭാഗത്തേക്ക് പുറപ്പെട്ടേക്കാം. എന്തായാലും അർജുന് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ അത് പൂർണ്ണമാകുന്നു എന്നതായിരുന്നു നേരത്തെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞത്. മലയാളിയെ കണ്ടെത്താനുണ്ട്, മലയാളി അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നിയമസഭാ സമ്മേളന സമയത്ത് പോലും സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി നിന്ന ആൾ കൂടിയാണ് സതീഷ് സെയിൽ. അദ്ദേഹമാണ് പറഞ്ഞത് ഈ മിഷൻ സക്സസ് എന്ന് തന്നെ പറയാം. കാരണം മൃതദേഹമെങ്കിലും കണ്ടെത്തുന്നുവെങ്കിൽ അത് നിർണായകമാകുന്ന ഒന്നായി മാറുമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതാ
അന്വേഷിച്ച വാഹനം 71 ദിവസമായി അർജുന്റെ വാഹനം എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയാകുന്നു. ആ വാഹനത്തിന് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു, ഏത് തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചത് എന്നതെല്ലാം പറയാതെ പറയുന്നു ഈ ദൃശ്യങ്ങൾ. തീർച്ചയായും അഭിലാഷെ, ആ വാഹനം പൂർണ്ണമായും ഇപ്പോൾ കരയിലേക്ക് എടുത്തിരിക്കുന്നു. നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന മറ്റൊരു വിവരം, ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ലോറിയും ഇപ്പോൾ കരയിലേക്ക് പൂർണ്ണമായും എടുത്തിരിക്കുന്നു. എന്തായാലും ആ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ലോഡ് കയറ്റുന്ന ഭാഗം പൂർണ്ണമായും ഇല്ല എന്ന് പറയേണ്ടി വരും. ആ ക്യാബിൻ അത്തരത്തിൽ വലിയ തോതിൽ കേടുപാട് സംഭവിച്ച രീതിയിലുണ്ട്. പക്ഷെ അതിന്റെ ലോഡ് കയറ്റുന്ന ആ ഭാഗം പൂർണ്ണമായും ഇല്ല. ആ മരത്തടികളൊക്കെ പൂർണ്ണമായും ഇല്ലാത്ത സാഹചര്യം തന്നെയാണ്. ഏതായാലും ആ മരത്തടിയും അതുപോലെ തന്നെ ആ ക്യാബിനും അതൊക്കെ ആ രീതിയിൽ നേരത്തെ തന്നെ ഇന്ദ്രപാൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ക്യാബിനും ഈ കേസ് തമ്മിൽ വേർപെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. അതേ രീതിയിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന. അതേ സ്ഥലം, അത് ആ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെ CP2 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹം മാർക്ക് ചെയ്ത 4 സ്ഥലങ്ങളിലൊന്ന് അവിടെ നിന്ന് തന്നെ ഈ വാഹനം കണ്ടെത്തുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. ഏതായാലും ഇന്ദ്രപാൽ അദ്ദേഹം കൂടി ഇവിടെ ഉണ്ട്, ശിരൂരിലുണ്ട്. അദ്ദേഹം ഡ്രഡ്ജറിനകത്തുണ്ട്. ഡ്രഡ്ജറും ഇപ്പോൾ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. ആ ഭാഗങ്ങളിലാണ് വലിയ തോതിൽ ആഘാതമുണ്ടായത്. ഈ മണ്ണിടിച്ചിലിന്റെ 8 പേർ മരണപ്പെട്ട ഒരു സ്ഥലവും ഇത് തന്നെയാണ്. ഇതിന് തൊട്ടു മുമ്പാണ് ചായക്കട, ലക്ഷ്മണന്റെ ചായക്കടയുള്ളത്. എന്തായാലും ജിതിന് ഉൾപ്പെടെ വലിയ തോതിൽ വൈകാരികമായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും ഈ എത്രയും പെട്ടെന്ന് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക. ഏതായാലും ആ മൃതദേഹ ഭാഗം ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും ലോറിയും അതുപോലെ തന്നെ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ ഭാഗം കാണാം, നമുക്ക് കൃത്യമായി കാണാം. അതിന്റെ ടയറുകളൊക്കെ അതേ രീതിയിലുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ആ വാഹനം ലഭിച്ചു എന്നതാണ് ഈ ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നത്. എന്തായാലും ക്യാബിനകത്ത് തന്നെ മൃതദേഹം ഉണ്ടാകുന്ന ഒരു അവസ്ഥ, മൃതദേഹ ഭാഗമാണ് ലഭിച്ചത്. അത് ഏതായാലും ഇപ്പോൾ DNA പരിശോധന വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനി വലിയ കാത്തിരിപ്പില്ല. കണ്ണാടിക്കലിലേക്ക് അർജുന്റെ മൃതദേഹവുമായിട്ടുള്ള വാഹനം പോകാം. ഏതായാലും നാളെ രാവിലെയോടുകൂടി എത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതിനൊക്കെ വരാനുണ്ട്. വൈകാരികമായ ഒരു രംഗം. ഒരുപാട് ആളുകൾ ഈ ശിരൂരിലെയും ഗംഗാവലി പുഴയുടെ തീർത്ഥം ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യം തുടരും. അത് ലോകേഷിനും ജഗന്നാഥിനും വേണ്ടിയുള്ള ദൗത്യമായിരിക്കും. ഡ്രഡ്ജർ ഇപ്പോൾ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. ആ ലോറി ഇനി ആ കരയിലേക്ക് എത്തിച്ചിരുന്നു. 2 ക്രെയിൻ ഉപയോഗിച്ചാണ് ആ ലോറി പുറത്തേക്ക് എടുത്തത്. ഇപ്പോൾ ആ ദൃശ്യമാണ് തത്സമയം എന്തായാലും ന്യൂസ് 8 കാണിക്കുന്നത്. ആ ലോറിയുടെ ക്യാബിൻ നമുക്ക് കൃത്യമായി ഇപ്പോൾ കാണാം. ലോറിയുടെ മുഴുവൻ ഭാഗവും ഇപ്പോൾ കാണുന്ന രീതിയിൽ കരയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഭാഗം ഇപ്പോൾ അല്പ സമയത്തിന് മുമ്പാണ് ആംബുലൻസിലേക്ക് കയറ്റിയതും അവിടെ നിന്നും അങ്കോളയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. ഇനി മറ്റ് തീരുമാനങ്ങൾ ഔദ്യോഗികമായി വരാനുണ്ട്. അതിനായുള്ള ഒരു